കൊച്ചി ചെല്ലാനത്ത് വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരനെ ബൈക്ക് ഇടിച്ചിട്ട കേസിൽ യുവാക്കൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തേക്കും. യുവാക്കളുടെ വാദം തെറ്റെന്ന് പോലീസ് പറയുന്നു. ജാമ്യമില്ലാ വകുപ്പാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളത്. പോലീസ് ഓഫീസർ ബിജുവിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും തീരുമാനം. കഴിഞ്ഞ ദിവസം ചെല്ലാനത്തായിരുന്നു സംഭവം. തലയ്ക്കും മുഖത്തും പരിക്കേറ്റ CPO ചികിത്സയിലാണ്. ബൈക്ക് ഓടിച്ച അനിൽ മദ്യപിച്ചിരുന്നുവെന്നും പോലീസ് പറയുന്നു. യുവാക്കളുടെ പരാതിയും അന്വേഷിക്കും. വിവരങ്ങളുമായി ജിജീഷ് കർണാകരനൊപ്പം ചേരുന്നു. ജിജീഷ്, പറയൂ. യുവാക്കൾക്കെതിരെ കൂടുതൽ ശക്തമായ ഒരു നടപടിയിലേക്ക് തന്നെയാണ് പോലീസ് കടക്കുന്നത്. പ്രത്യേകിച്ച് തങ്ങൾക്കെതിരെ പരാതി നൽകുകയും ഉന്നത ഉദ്യോഗസ്ഥർക്ക് അടക്കം പരാതി സമർപ്പിക്കുകയും എല്ലാം ചെയ്ത പശ്ചാത്തലത്തിൽ കൂടുതൽ നിയമ നടപടി കടുപ്പിച്ച് പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ് നടത്തുന്നത്. കഴിഞ്ഞ 26-ാം തീയതി പുലർച്ചെ 2 മണിക്കാണ് ചെല്ലാനത്ത് വെച്ച് ഈ ഒരു സംഭവം നടക്കുന്നത്. അവിടെ കണ്ണമാലി പോലീസ് വാഹന പരിശോധന നടത്തുകയായിരുന്നു. ഇതിനിടയിൽ അമിത വേഗതയിൽ യുവാക്കൾ എന്നോ അവരുടെ ബൈക്ക് ഈ സമയം പോലീസ് കൈകാണിച്ചിട്ട് നിർത്താൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല CPOയെ ഇടിച്ചു തെറിപ്പിച്ച് കടന്നു കളയാൻ ശ്രമിച്ചു. അങ്ങനെ അവിടെ അപകടമുണ്ടായി. അതിൽ CPOയ്ക്കും ഈ ഒരു വാഹനമോടിച്ച അനിലിനും പരിക്കേറ്റു എന്നും വാഹനമോടിച്ച അനിൽ മദ്യപിച്ചിരുന്നു എന്നുമെല്ലാമാണ് പോലീസ് ഇത് സംബന്ധിച്ച് നൽകിയിരിക്കുന്ന വിശദീകരണവും. അതിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും മോട്ടോർ വാഹന നിയമത്തിലെ വിവിധ വകുപ്പുകളും അനുസരിച്ചെല്ലാമായിരുന്നു യുവാക്കൾക്കെതിരെ കേസ് ജാമ്യമില്ലാ വകുപ്പിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്നാൽ യുവാക്കൾ തുടർന്ന് മറ്റ് പരാതികളുമായി മുന്നോട്ട് പോയി. യുവാക്കൾ അറിയിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് തങ്ങൾ വാഹനം നിർത്താൻ തയ്യാറായിരുന്നു. വാഹനം സ്ലോ ചെയ്ത് വന്നപ്പോഴേക്കും വാഹനം ഓടിച്ച അനിലിന്റെ കയ്യിൽ അവിടെ പരിശോധനയ്ക്ക് നിന്ന പോലീസ് ഡ്രൈവർ കയറി പിടിച്ചു വലിക്കാൻ ശ്രമിച്ചു. വാഹനം നിർത്തിക്കാൻ ശ്രമിച്ചു. നിർത്താൻ പോയ വാഹനത്തെ തന്നെയാണ് ഇത്തരത്തിൽ ബലം പ്രയോഗിച്ച് നിർത്താൻ ശ്രമിച്ചത്. അങ്ങനെ ഓട്ടത്തിനിടയിൽ നിയന്ത്രണം തെറ്റി വാഹനം ഓടിച്ചയാളും വീണു. അതിനിടയിലാണ് CPOക്ക് പരിക്കേറ്റത്. മനഃപൂർവ്വം ഒരു അപകടവും ഉണ്ടാക്കിയിട്ടില്ല. വാഹനം ഇടിച്ച് തെറിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. മാത്രമല്ല പരിക്ക് പറ്റിയ മുഖത്ത് നിന്ന് രക്തം വാർന്നൊലിക്കുന്ന നിലയിലായിട്ട് പോലും അനിലിനെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ബൈക്ക് ഓടിച്ച ആളെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. പകരം തങ്ങളുടെ പോലീസ് ഡ്രൈവറെ മാത്രം ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തങ്ങളെ ഉപേക്ഷിച്ച നിലയിൽ അവിടെ നിർത്തിപ്പോയി. പിന്നീട് ഇരുചക്ര വാഹനത്തിന്റെ അതേ ബൈക്കിന്റെ പിന്നിൽ കെട്ടിയിട്ടെന്ന പോലെ ഇരുത്തിയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും. ജിജീഷ് കർണാകരനാണ്. രണ്ടു പക്ഷത്തിനും അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ പോലീസ് കടുത്ത നിലപാടിലേക്ക് എന്ന് വേണം മനസ്സിലാക്കാൻ.